നമസ്തേ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ അടുത്തു വരുംതോറും ചില ആളുകൾ വളരെ വളരെ അസ്വസ്ഥരായിരിക്കുകയാണ്. അവർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഒരു കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ ചെറിയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതുപോലെ കോൺഗ്രസിനും വലിയ അസ്വസ്ഥതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് ഏറ്റവും വലിയ അസ്വസ്ഥതയുള്ളത്. അവർ വലിയ പുരോഗമനവാദികളാണ്, മതേതരവാദികളാണെന്നും ഒക്കെയാണ് അവരുടെ തെറ്റിദ്ധാരണ. അതിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കാനുള്ള ഈ വാസന, ഈ അസ്വസ്ഥത അതിൽ നിന്നുണ്ടാകുന്നതാണ്. എന്താണ് ഹിന്ദുത്വം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ പ്രധാന ആക്ഷേപം എന്ന് പറഞ്ഞാൽ RSS ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നു. പക്ഷേ അവരുടെ ആക്ഷേപങ്ങൾക്ക് അത്ര രൂക്ഷതയില്ല. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെ പിണക്കി ഉള്ള വോട്ടുകൾ കളയണം എന്ന് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അവർ BJP എതിർക്കുന്നു, RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കുന്നു എന്ന് പറയുന്നു. അത് അത്രയേ ഉള്ളൂ അവരുടെ. അല്ലാതെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠയെയോ അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തെയോ ഒന്നും അവർ എതിർക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെയല്ല. ബാബറി മസ്ജിദ്, അതായത് ഒരു സമുദായത്തിൻ്റെ ആരാധനാ കേന്ദ്രം തകർത്തിട്ടാണ് ഇപ്പോൾ ക്ഷേത്രം പണിയുന്നത് എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ക്ഷേത്രം പണിയുന്നത്, ഒരു പള്ളി തകർത്തത് വരെയേ അവരുടെ ഓർമ്മ പിന്നോട്ട് പോകുന്നുള്ളൂ. അതാണ് അവരുടെ ദോഷം. അവർ ചരിത്രം മുഴുവൻ കാണുന്നില്ല. പൊളിക്കപ്പെട്ട ആ പള്ളി പണിതിരുന്നത് അതിനു മുമ്പുള്ള ഒരു നിർമ്മിതിയിലാണ്, ഒരു ക്ഷേത്ര നിർമ്മിതിയിലാണ്. ക്ഷേത്രം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഭിത്തികളിലും തൂണുകളിലുമാണ് ഈ പള്ളി അസ്ഥിവാരമിട്ടിട്ടുള്ളത്. പള്ളിയുടെ അടിത്തറ അവിടെയാണ്. ഈ സത്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ വളരെ നീണ്ട പര്യവേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. അവിടെ പഴയ വിഗ്രഹങ്ങളുണ്ടായിരുന്നു, പഴയ തൂണുകളുണ്ട്, പഴയ ഭിത്തികളുണ്ട്. ആ ഭിത്തികളിന്മേലാണ് പള്ളി പണിയപ്പെട്ടിരിക്കുന്നത്. ഇതവർ കോടതിയിൽ, അയോധ്യ കേസിലെ വിധിയിൽ അവരുടെ ഈ ഫൈൻഡിങ്സ് അവരവിടെ സമർപ്പിച്ചതാണ്. അത് ഫൈൻഡിങ്സ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പുരാതന കാലം മുതൽ തന്നെ ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തി വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ 12ാം നൂറ്റാണ്ടിലെ ഒരു ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ആ 12ാം നൂറ്റാണ്ടിലെ ക്ഷേത്രം 16ാം നൂറ്റാണ്ടിലാണ് പൊളിച്ച് പള്ളിയാക്കിയതെന്നും ആണ് കണ്ടെത്തിയിരിക്കുന്നത്. 16ാം നൂറ്റാണ്ടിലാണ് പള്ളിയുടെ നിർമ്മാണം നടന്നത്. പക്ഷെ അതിനു മുമ്പുള്ള നിർമ്മിതി നടന്നത് 12ാം നൂറ്റാണ്ട്. 400 വർഷം നിലനിന്ന ഒരു അമ്പലം, ഒരു ക്ഷേത്രം, അത് പൊളിച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഈ പള്ളി പണിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാവുന്നതാണ്. അതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്. വളരെ BC കാലത്തുള്ള കൃഷ്ണശിലകൾ വരെ ആ പഴയ നിർമ്മിതി ഉദ്ഘാടനം ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വാദം വിലപ്പോവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതിക്ക് വെച്ച് ചരിത്രത്തെ കാണുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് സൗകര്യമുള്ള സ്ഥലം വെച്ച് കാണും, ബാക്കിയുള്ളത് അവർ മറക്കും. ഈ പരമ്പരാഗതമായിട്ട് ഇവിടെ ധാരാളം മുസ്ലിം ആക്രമണകാരികൾ ഒരുപാട് അമ്പലങ്ങളിൽ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അതിൽ ചിലയിടത്തൊക്കെ അവർ പള്ളികളും പണിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു വേണമെന്ന് ഹിന്ദുക്കൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ നേർക്കുണ്ടായ ഏറ്റവും വലിയ അടി ആയിട്ട് അവർ കരുതുന്നത് വിരലെണ്ണാവുന്ന ചില ക്ഷേത്രങ്ങളാണ്. ഒന്ന് അയോധ്യ ക്ഷേത്രം,
2 കൃഷ്ണ ജന്മഭൂമി, 3 കാശിയിലെ ജ്ഞാൻവ്യാപി പള്ളി. ഈ പള്ളിയൊക്കെ ഇവിടെ ഉള്ള മുസ്ലിം നിർമ്മിതികളെല്ലാം പണ്ടുണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ തച്ചുടച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായതുകൊണ്ടാണ് അവ തിരിച്ചു പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. തകർക്കപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും തിരിച്ചു പിടിക്കണമെന്ന് അവർ വിചാരിക്കുന്നില്ല. ഇത് അവരുടെ ആത്മാഭിമാനത്തിൻ്റെ നേർക്കുണ്ടായ ഏറ്റവും വലിയ കടന്നുകയറ്റമാണ്, അതിക്രമമാണ്. അത് അവർ സഹിക്കത്തില്ല. അത് സഹിക്കാൻ ഏത് ജനതയ്ക്കാണ് സാധിക്കുക? ഇപ്പം തുർക്കിയിൽ അങ്ങനെ ഒരെണ്ണം മുസ്ലിം ഭരണാധികാരികൾ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ ക്രിസ്ത്യാനികളിൽ നിന്ന്. ആർക്കും അതിനൊരു പ്രതിഷേധമൊന്നും കാണുന്നില്ല. അങ്ങും ഇങ്ങും ചില ശബ്ദങ്ങൾ ഒഴിച്ച് ഈ മതേതരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൊന്നും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അവർ കൃത്യമായിട്ട് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ അധിനിവേശിച്ചിരിക്കുന്നത് മതതീവ്രവാദികളായിട്ടുള്ള ഒരു സംഘമാണ്. അവരുടേതാണ് ഇന്ന് ആ പാർട്ടി എന്ന് വേണം പറയാൻ. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. അവർക്ക് എതിരായിട്ട് യാതൊരു നീക്കങ്ങളും സർക്കാർ നിയമമനുസരിച്ച് നടത്തുന്നില്ല. അങ്ങനെ അവരുടെ ഒരു ആധിപത്യമാണ് ഇന്നുള്ളത്. ഇനി എന്താണ് ഈ ഹിന്ദുത്വം? എന്തിനാണ് അവർ ഹിന്ദുത്വത്തെ എതിർക്കുന്നത്? ഹിന്ദുത്വം ഭീകരതയുടെ പര്യായമാണോ? ഈ മതതീവ്രവാദികൾ നടത്തുന്ന, ലോകം മുഴുവൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഹിന്ദുത്വം, ഈ ഭാരതം എന്ന് പറയുന്നത്, ഭാരതം ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സംസ്കാരമാണ്, ഒരു ജനതതിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിലനിന്ന് പോരുന്നു. ഈ ഭാരതം ലോകത്തിനായിട്ട് സമർപ്പിച്ചിട്ട ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയ തത്വചിന്തയാണ്, ആത്മീയ ദർശനങ്ങളാണ്. ആ ആത്മീയ ദർശനങ്ങൾ ഏറ്റവും യുക്തിസഹമാണ്. അന്നത്തെ, അതായത് ക്രിസ്തുവിനൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ തത്വചിന്ത എന്ന് പറയുന്നത് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള, ഇന്നത്തെ ശാസ്ത്രയുക്തിയിൽ തന്നെ നോക്കിയാലും ഭേദിക്കാൻ പറ്റാത്ത അത്ര അടുക്കും ചീട്ടോടും യുക്തിയോടും ചേർന്നതാണ് അന്ന് ഋഷിമാർ രൂപം നൽകിയ ആത്മീയ തത്വചിന്തകൾ. ആ തത്വചിന്തകളിലാണ് ഭാരതത്തിൻ്റെ അടിത്തറ. ഭാരതം എന്ന രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ അതാണ്. അതിനെ ഉപജീവിച്ചാണ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായതും ഇവിടെ വിജ്ഞാനം വളർന്നതും. അപ്പോൾ ഈ അടിത്തറയിൽ അടിത്തറയോടുള്ള പ്രതിബദ്ധതയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഈ അടിത്തറയോട് കൂറ് പ്രഖ്യാപിക്കുകയും അത് നിലനിർത്താൻ വേണ്ടി യത്നിക്കുകയും ചെയ്യുന്നവനാണ് ഹിന്ദു. അതിനനുസരിച്ച് ജീവിക്കുന്നവനാണ് ഹിന്ദു. അപ്പോൾ ഭാരതീയമായ ആത്മീയ തത്വചിന്തകളോടുള്ള പ്രതിബദ്ധതയാണ് ഹിന്ദുത്വം. അത് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടിത്തറയോട് കൂറ് പുലർത്തുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഹിന്ദു. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആത്മീയ അടിത്തറയിൽ ഊന്നിയ ഒരു പ്രസ്ഥാനത്തെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളും നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം: ഹിന്ദുത്വം, ഹിന്ദുമതം. ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഈ മണ്ണിലുണ്ടായ, ഈ മഹത്തായ ഭാരത ഭൂമിയിലുണ്ടായ ആത്മീയ ദർശനങ്ങളാണ്. ഋഷിമാർ പണ്ട് നമുക്ക് സംഭാവന ചെയ്ത ആത്മീയ ദർശനങ്ങളാണ്. അതിലൂന്നിയാണ്, അതിനോടുള്ള പ്രതിബദ്ധതയാണ് നാം കാണിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. ഇത് എല്ലാ ഭാരതീയർക്കും അവകാശപ്പെട്ട, ഈ ലോകത്തിന് തന്നെ അവകാശപ്പെട്ട ഒരു പൊതു സ്വത്താണ് ഈ ആത്മീയ തത്വചിന്തകൾ. ഇത്രയും യുക്തിസഹമായിട്ടുള്ള, ഇത്രയും ശാസ്ത്രീയ യുക്തിയിൽ നിലനിൽക്കുന്ന ഒരു ആത്മീയ തത്വചിന്ത ലോകത്ത് എവിടെയും പിന്നീടും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഭാരതീയ ആത്മീയ തത്വചിന്തയുടെ മഹത്വം. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ് ആക്ഷേപം കൊണ്ട് നടക്കുന്നത്. അവർ ജാതിയുടെ പേരിൽ ജാതി വിവേചനത്തിൻ്റെ കഥകൾ അങ്ങോട്ട് ചൊല്ലും.
എന്നിട്ട് ഇതൊക്കെ ഹിന്ദുത്വമാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല. ജാതീയതയും ഹിന്ദു മതവും ഹിന്ദു ആത്മീയ ദർശനവും, ഞാനിപ്പോൾ പറഞ്ഞ ഋഷിമാരുടെ സംഭാവനയായ ഹിന്ദു ആത്മീയ തത്വങ്ങൾ, ആത്മീയ തത്വചിന്ത, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹിന്ദുത്വവും ജാതീയതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥങ്ങളായ ദശോപനിഷത്തുകളിലോ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സാരാംശമായിട്ട് വന്നിട്ടുള്ള ഗീതയിലോ ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ജാതീയത ഉപദേശിക്കുന്ന ഒരു ഭാഗവുമില്ല. അപ്പം ഹിന്ദുത്വവും അല്ലെങ്കിൽ ഹിന്ദുമതവും ജാതീയതയുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നിഷ്കൃഷ്ടമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഞാനത് പറയുന്നത്. ഒരു ബന്ധവുമില്ല. ഈ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നും, ഞാൻ ഈ പറഞ്ഞ ദശോപനിഷത്തുകളിലോ ഗീതയിലോ ജാതി പരാമർശിക്കുന്നതില്ലെന്ന് വേണമെങ്കിൽ പറയാൻ. ഗീതയിൽ മാത്രം കൃഷ്ണൻ ജാതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഉപദേശമില്ല. അർജുനനാണ് ജാതിധർമ്മം നശിക്കുന്നതിനെക്കുറിച്ചുള്ള ചില വേവലാതികൾ ആദ്യം പങ്കുവെക്കുന്നത്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അർജുനൻ്റെ എല്ലാ ധർമ്മചിന്തകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗീതോപദേശം അവസാനിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അതൊരു ദോഷം. ഇപ്പം പള്ളി തകർത്തതിന് ആണ് ഹിന്ദുത്വത്തിന്മേൽ ആരോപിക്കപ്പെടുന്ന ഒരു ആക്ഷേപം. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ആക്ഷേപിക്കുന്നവരിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം കൂടെ ഈ ഹിന്ദു ആത്മീയ ദർശനത്തിൽ ഊന്നിയുള്ള നമ്മുടെ സംസ്കാരത്തിലെയും വിജ്ഞാനത്തിലും ഒക്കെയുള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ആത്മീയ തത്വചിന്ത പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ, ഇതിലെ ജീവികൾ മുഴുവൻ, ജീവനില്ലാത്തവയെ മുഴുവൻ, എല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത്, എല്ലാം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഏകശക്തിയിൽ നിന്നാണ്, അഭൗതികമായ ഒരു ഏകശക്തിയിൽ നിന്നാണ്. ഇന്നത്തെ ശാസ്ത്ര ജ്ഞാനം വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്നാണ്. കാരണം ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക ഊർജം കൊണ്ടാണ്. ഈ ഭൗതിക ഊർജത്തിന് ആകെ അളവ് 0 പറയുന്നുണ്ട്. അപ്പം 0 അത് ആദിയിലും അത് 0 അപ്പം അവിടെ നിന്ന് ഈ മഹാപ്രപഞ്ചത്തിന് തുടക്കം കുറിക്കുകയും അതിനെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കുകയും അത് ഒരിക്കൽ പിന്നീട് പിൻവലിഞ്ഞ് വരികയും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടാവണം. അത് ഭൗതികമായിരിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭൗതിക ഊർജം 0 അവസ്ഥയിലും അതുണ്ട്. അപ്പോൾ ആ അഭൗതികമായിട്ടുള്ള ഒരു ശക്തി വിശേഷത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ളത്. ആ ഋഷിമാരുടെ കണ്ടെത്തലാണ് നമ്മുടെ സംസ്കാരത്തിന് അടിത്തറയിട്ടതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ശക്തിയിൽ നിന്നുണ്ടായവരാണ്. ഇപ്പം നമ്മൾ ആരെ തള്ളിക്കളയാനാണ്, ആരെ വെറുക്കാനാണ്? എല്ലാറ്റിലും ഒരേ ശക്തിയെ കാണുന്നവൻ. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഈ വൈവിധ്യം എന്ന് പറയുന്നത്. വിവിധ രൂപത്തിലുണ്ട്. ഒരു അച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ടെങ്കിൽ 5 പേരും വ്യത്യസ്തരാണ്. രൂപം കൊണ്ടുപോലും വ്യത്യസ്തരാണ്. ഒരേ സ്ഥലത്ത് ഉണ്ടായതായിട്ടും രൂപം കൊണ്ടുപോലും വ്യത്യസ്തരാണ്. ഇപ്പം രൂപം കൊണ്ടുപോലും ഉണ്ടാകുന്ന ആ വൈവിധ്യത്തിനപ്പുറം അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണ് എന്നുള്ള ഒരു ഏകത്വം അവരിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ രൂപവൈവിധ്യം, ഭൗതികമായ രൂപവൈവിധ്യത്തിനപ്പുറം അതിനെല്ലാം നിലനിർത്തുന്ന ഒരു ശക്തി, അഭൗതികമായ ശക്തി. ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടത് ആ ശക്തി എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നു. എല്ലാറ്റിലും ആ ശക്തി അടങ്ങിയിരിക്കുന്നു. എല്ലാറ്റിലും കൂടിയാണ് അത് പ്രകാശിക്കുന്നത്. ഇതാണ് നമ്മുടെ ആത്മീയ തത്വം പറയുന്നത്. എല്ലാറ്റിലും കൂടി പ്രകാശിക്കുന്നു, പ്രകടിപ്പിക്കപ്പെടുന്നു ആ ശക്തി. എല്ലാറ്റിലും ആ ശക്തിയെ കാണാൻ കഴിയുന്നവനാണ് പണ്ഡിതൻ എന്ന് ഗീത പഠിപ്പിക്കുന്നു. എങ്ങനെയുള്ള വൈവിധ്യങ്ങളായാലും ശരി, ആ വൈവിധ്യങ്ങൾക്കപ്പുറം ഏകമായ ആ ശക്തിയെ, ഈശ്വരനെ കാണാൻ കഴിയുന്നവനാണ് പണ്ഡിതൻ. അങ്ങനെ കാണണം. അതാണ് സമത്വബോധം എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് ഈ ദർശനത്തിൽ നിന്നുണ്ടായ സൂക്തങ്ങളാണ്. ഇപ്പം നമ്മൾ അതുകൊണ്ട്
ഇതാണ് സത്യമെന്നിരിക്കെ, ഇതിനോടുള്ള പ്രതിബദ്ധതയാണ് ഹിന്ദുത്വം എന്നിരിക്കെ, ഹിന്ദുത്വത്തിന് ആരെയും വെറുക്കാൻ പറ്റത്തില്ല, ആരെയും ആക്രമിച്ച് കീഴടക്കാൻ അവർ വരില്ല. പക്ഷെ ഇങ്ങോട്ടുള്ള അതിക്രമങ്ങളെ അവർ പ്രതിരോധിക്കും. അത് അവരുടെ ജന്മസിദ്ധമായ അവകാശമാണ്. ആ പ്രതിരോധത്തെ കണ്ടിട്ട് നിങ്ങൾ ആക്രമണകാരികളാണെന്ന് വിളിക്കരുത്. ഇതെല്ലാ ജീവികൾക്കുമുള്ള സ്വതസിദ്ധമായിട്ടുള്ള പ്രകൃതിയുള്ള ഒരു അവകാശമാണ്. ആ അവകാശമാണ് അവർ പ്രകടിപ്പിക്കുന്നത്, അവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ അവരാരെയും അങ്ങോട്ട് കയറി ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, ആരെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ നിലനിൽക്കാനും വികസിക്കാനുമുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വം ഉള്ളത് കൊണ്ടാണ് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നത്. പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ആരെങ്കിലും മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രതികരണമുണ്ടാകും, പ്രതിരോധമുണ്ടാകും. അപ്പോൾ പിന്നെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ആക്രമണത്തെ പ്രതിരോധിച്ചതാണ് ഈ അയോധ്യയിൽ നാം ഇന്ന് കാണുന്ന ക്ഷേത്രം. അവിടെ ഉണ്ടായിരുന്ന പള്ളി പൊളിക്കേണ്ടത് തന്നെയായിരുന്നു, പൊളിച്ചു. അത് അവിടെ ക്ഷേത്രം കോടതി വിധി അനുസരിച്ച് ക്ഷേത്രം പണിയുന്നു. അപ്പം എന്നിട്ടും നിയമപരമായിട്ട് പോകണമെന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ കണ്ടത്, ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫർദറായിട്ട് ഒരു വഴക്കുണ്ടാക്കി സമൂഹത്തെ മുഴുവൻ, ഭാരതത്തെ കലുഷിത രാജ്യമായിട്ട് മാറ്റുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അതാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു നിർത്താനാണ്. അവിടെ ജാതി വിവേചനവും അങ്ങനെയുള്ള ഒന്നുമില്ല, ആർക്കും അതിൽ അംഗമാകാം. പക്ഷേ ഈ ഒരൊറ്റ ഇത് വേണം, ഹിന്ദുത്വത്തോടുള്ള കൂറ് വേണം. അതായത് നമ്മുടെ ആത്മീയ തത്വചിന്തയുടെ ആ അടിസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത വേണം. അതിനെ സംരക്ഷിക്കണം അവർ, അതിനെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കണം. ഇതാണ് അവരുടെ ആശയം, ഇതാണ് ഹിന്ദുത്വം. അപ്പോൾ ഹിന്ദുത്വം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും സമാധാനത്തോടെ കഴിയാൻ അവർക്കെല്ലാം കഴിയാൻ പറ്റുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നിട്ട് ആരെങ്കിലും ഉന്മൂലനം ചെയ്തോ? ആരെങ്കിലും വംശനാശം വരുത്തിയോ? ഒന്നുമില്ലല്ലോ. പ്രകടമായിട്ടുള്ള നമ്മുടെ കൺമുന്നിൽ കാണുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കോ അവരെ ഇപ്പോൾ അതിജീവിച്ചിരിക്കുന്ന തീവ്ര മതശക്തികൾക്കോ അവരെവിടെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്വാതന്ത്ര്യം ആരെങ്കിലും നൽകുമോ? എതിരായിട്ടൊരു ഒറ്റ വാക്ക് പറയാൻ സമ്മതിക്കത്തില്ല. എന്തിന്? എതിരാളികളെ ഒന്നും നിലനിർത്തുന്നതല്ല അവരെല്ലാത്തിനെയും തച്ചുടച്ച് നശിപ്പിക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ചൈനയിലും ഉത്തര കൊറിയയിലും ചെയ്യുന്നത് അതാണ്, പണ്ട് റഷ്യയിൽ ചെയ്തതും അതാണ്, പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിലും ചെയ്തതാണ്. ഇതൊക്കെ ചെയ്തവരാണ് ഇന്നിപ്പോൾ ഫാഷിസത്തെക്കുറിച്ച് പറയുന്നത്. ജന്മന, അതായത് സ്വഭാവേന ഫാഷിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് അവരുടെ തത്വശാസ്ത്രത്തിൽ തന്നെ ഉള്ളതാണ്. എന്നിട്ട് മറ്റുള്ളവരെ ഫാഷിസ്റ്റുകളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. വളരെ പരിഹാസ്യമായ നിലപാടാണ് അവരുടേത്. അപ്പോൾ ഹിന്ദുത്വ അജണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ നോക്കരുത്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും പറ്റും. പറഞ്ഞ് അവസാന ശ്വാസം വരെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റം ഈ മണ്ണിൽ മണ്ണടിയും, അതിന് യാതൊരു സംശയവുമില്ല. ഈ ഹിന്ദുത്വമാണ് ശരിക്കും വേണ്ടത്. ഹിന്ദുത്വം നിലനിൽക്കണം, അതിനുവേണ്ടി എല്ലാവരും യത്നിക്കണം, എല്ലാ സമുദായങ്ങളും യത്നിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ആലോചിച്ച് ഈ തെറ്റായ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കുക. നമ്മളുടെ ഉന്നമനത്തിന് അത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.